ഹലോ എവ്രി വൺ ഗുഡ് ഡേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇപ്രാവശ്യം ഒരു അടിപൊളി വൾണറബിലിറ്റി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ഷൻ അങ്ങനത്തെ അറ്റാക്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇഞ്ചക്ഷൻ തന്നെയാണ്, എന്നാലും നമുക്കൊരു ഫാൻസി പേരുണ്ട് അതിന്, SSRF, സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി ഇൻ PDF ജനറേറ്റർ. സോ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം ഇത്, പക്ഷേ അറിയാത്തവരും കാണും. എന്താ SSRF, എന്താ, എങ്ങനെയാണ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. പിന്നെ എസ്പെഷ്യലി ഈ ഒരു PDF ജനറേറ്റർ സിനാരിയോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വോണ്ട് ബി അവെയർ അൺടിൽ അൺലെസ് ദേ ആർ ഫോളോയിങ് ലൈക്ക് ബഗ് ബൗണ്ടി സൈറ്റ്സ്, റൈറ്റ് അപ്സ് ആൻഡ് സ്റ്റഫ്സ്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആൻഡ് ഇറ്റ്സ് എ വെരി ഈസി ബഗ് ടു ഫൈൻഡ്. സോ ഈസി ആയിട്ട് അത്യാവശ്യം നല്ല ഡോളേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു vulnerability ആണ്. ഓൾമോസ്റ്റ് ഓൾ ദ ആപ്ലിക്കേഷൻ ദാറ്റ് ഡസ് PDF ജനറേഷൻ ഈ ഒരു ബഗ് എക്സിസ്റ്റ് ഫോർ ഷുവർ. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ജംപ് ടു ദ വീഡിയോ. സോ എന്താണ് ഈ SSRF എന്ന് അറിയാത്തവർക്ക് വേണ്ടി, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു, പക്ഷെ ഇനി അറിയാത്തവർക്ക് എന്താന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഇറ്റ്സ് ആൻ attack that allows attacker to access internal resource or services within an organization's infrastructure. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്കറിന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഫയർവാളിൻ്റെ ഉള്ളിലുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് SSRF. സോ ഇവിടെ നമുക്ക് കാണാം, ഒരു ഹാക്കർ ചങ്ങായി ഇരുന്ന് നല്ലൊരു ഹാക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പം ആള് ഇൻ്റർനെറ്റുള്ള ഒരു ആപ്ലിക്കേഷനിലാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇൻ്റർനെറ്റ് ആക്സസും ഉണ്ട്, അതേപോലെ തന്നെ ഇൻറ്റേർണൽ ആക്സസും ഉണ്ട്. അപ്പം ഇൻറ്റേർണൽ ആക്സസ് ഉള്ള സ്ഥിതിക്ക് ഇതിന് ഒരുവിധം ഇൻറ്റേർണലി ഉള്ള എല്ലാ സർവീസസും, അതേപോലെ ഇൻറ്റേർണൽ സിസ്റ്റംസ്, ഇൻറ്റേർണൽ റിസോഴ്സസ്, ഇൻറ്റേർണൽ പോർട്സ് എല്ലാം ആക്സസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇൻറ്റേർണൽ സിസ്റ്റം എന്നൊക്കെ പറയുന്ന വലിയ സംഭവമൊന്നുമല്ല. അതായത് ഉള്ളിലുള്ള വേറെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു IP അഡ്രസ്സ് ഉണ്ട്, അത് യൂസ്ഡ് ഓൺലി ഫോർ ഇൻറ്റേർണൽ പർപ്പസ്, അഡ്മിൻ ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിൻ എൻഡ് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ആയിരിക്കും. പിന്നെ ഫയൽ സെർവേഴ്സ്, ലൈക്ക് ഇതർ ബി ഇൻറ്റേർണൽ ഫയൽ സെർവേഴ്സ് ഹോസ്റ്റിംഗ് സെൻസിറ്റീവ് ഫയൽസ്, ഹോസ്റ്റിംഗ് അതർ ഡാറ്റ, എവറിത്തിങ്. സോ അതും ഒരു ഇൻറ്റേർണൽ റിസോഴ്സാണ്. പിന്നെ കുറേ സർവീസസ് ഉണ്ടാവും, ചിലപ്പോൾ ഇൻറ്റേർണലി മാത്രം കാണുന്ന ഓപ്പൺ പോർട്സ് റണ്ണിങ് സർട്ടൻ സർവീസസ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഇൻറ്റേർണൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐഡിയലി ഇഫ് ദർ ഈസ് നോ പ്രോപ്പർ ഫയർവാൾ ഇൻസൈഡ് ഹിയർ that prevents access to like internal system. For example, ഈ ഒരു വെബ്സൈറ്റിന് ആകെ ഡാറ്റാബേസും ആക്സസ് മാത്രം മതിയെങ്കിൽ ആ ഒരു പോർട്ടലിലേക്ക് മാത്രം ആക്സസ് മതി. അപ്പം അങ്ങനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിനെ. പക്ഷെ അങ്ങനെ ചെയ്യാതെ, ഓൾമോസ്റ്റ് ഒരുവിധം സൈറ്റിലൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പം അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്ന സിനാറിയോസിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്ത് ഇൻറ്റേർണൽ സിസ്റ്റംസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി ദ അറ്റാക്ക്. അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ വേണേൽ ഇവിടെ വന്ന് വായിക്കുക. അപ്പം എല്ലാം ഒന്ന് എൻ്റെ ഒരു ഡെഫിനിഷനും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ് വിൽ മേക്ക് സെൻസ് ഫോർ ഷുവർ. സോ ഇനി നമുക്ക് ഡയറക്റ്റ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു വിഷയത്തിലേക്ക് വരാം. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSRF വയ PDF ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ PDF ജനറേറ്റേഴ്സ് വഴി ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ PDF, ഇതെന്താ, ഓക്കെ. സോ PDF ജനറേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വെബ് ആപ്ലിക്കേഷൻസിൽ. ദർ ആർ n നമ്പർ ഓഫ് വേസ് ടു അച്ചീവ് ദിസ് ഇൻസൈഡ് എ വെബ് ആപ്ലിക്കേഷൻ. സോ എങ്ങനെ നമുക്കതൊരു പക്ക, ഐ മീൻ പക്ക അല്ല, ലൈക്ക് എങ്ങനെയാണ് അത് പൊതുവെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, അത് ഒരു എന്താ പറയുക, മൾട്ടിപ്പിൾ വേസ് ഉണ്ടെങ്കിലും അതിലൊരു കോമൺ വേ എന്ന് പറയുന്നത്, ഫസ്റ്റ് അത് HTML ആയിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ട് എവർ കണ്ടന്റ് ദേ വാണ്ട് ടു കൺവേർട്ട് ടു PDF, they will convert it to HTML format and render that, and then we'll call a headless web browser like Chromium. ഒരു ഹെഡ്ലെസ് വെബ് ബ്രൗസർ API വിളിച്ച് അതിനെ PDF ആയി കൺവേർട്ട് ചെയ്യാണ് ഓൾമോസ്റ്റ് 90% ഓഫ് കേസിൽ ചെയ്യാറ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ HTML റെൻഡറിങ് ടൈമിൽ യൂസർ കൺട്രോളബിൾ ഡാറ്റ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് HTML, then it gets rendered, right? So
ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമർ നെയിം, ഇൻവോയ്സ് നെയിം, അതേപോലെ തന്നെ വേറെ കുറേ യൂസർ കൺട്രോളബിൾ ഡാറ്റ ഉണ്ട്. അതായത് യൂസറിന് എന്ത് വേണമെങ്കിലും അവിടെ അടിച്ചു കൊടുക്കാം. ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്ട് സം ഫ്യൂ തിങ്സ് വിൽ റിഫ്ലക്ട് ഇൻ ദ ബിൽ. അത് നമ്മൾ എന്തായാലും കാണും. അപ്പം അങ്ങനെ അത് റെൻഡർ ആയാൽ we get an HTML injection or like whatever, like a sort of HTML. Also, JavaScript also can be rendered. So we can say we'll get a code execution, right? So അതാണ് scenario. Now, coming into this particular application, ഇതൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. ഐഡിയലി എനിക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ വളരെ ബിഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. കുറേ ഫീച്ചേഴ്സ്, കുറേ പേജസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് വൺ ഓഫ് ദ ഫീച്ചർ വാസ് ടു ജനറേറ്റ് ദ ഇൻവോയ്സ്. സോ ആ ഒരു പേജ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഹാഡ് ഓപ്ഷൻസ് ലൈക്ക് കസ്റ്റമർ നെയിം ആൻഡ് ഇൻവോയ്സ് നെയിം, ഡേറ്റ് ആൻഡ് amount was not there, and there were some other input fields as well. So ഈ ഒരു ഇത്രയും കണ്ടന്റ് യൂസർ കൺട്രോളബിൾ ആയിരുന്നു. അതായത് യൂസറിന് അവന് ഇഷ്ടമുള്ള ഇൻപുട്ട് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ്, എന്താണിത് റെൻഡർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കാം. ടെസ്റ്റ് നെയിം, ടെസ്റ്റ് ഇൻവോയ്സ്, ഡേറ്റ് ഇറ്റ്സ് ഫൈൻ. Now total amount maybe 2000, test 2000. Let's leave this. This is like an optional option. It's not working properly. So here നമ്മൾ generate PDF അടിക്കുമ്പോൾ you can see that it's generating a PDF. I'll open it. Before that, you can see this is how it gets rendered, right? This is how it gets rendered inside the HTML. So അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു viewing tab ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. Ideally this won't be there. ഇനി നമ്മൾ ബില്ലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. അതിന് താഴെ തന്നെ ടെസ്റ്റ് ഇൻവോയ്സ്. ഐഡിയലി അതൊരു ഇൻവോയ്സ് ഐ ഡി ഒക്കെ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പർ, ബട്ട് ദർ ഇസ് നോ ഇൻപുട്ട് വാലിഡേഷൻ ഓർ എനിത്തിങ്. ദാറ്റ്സ് വൈ വി ആർ ഏബിൾ ടു ഇൻജെക്ട് എനി വാല്യൂ ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് റിഫ്ലെക്റ്റഡ്. ആൻഡ് ഡേറ്റ് ഓൾസോ ഇസ് ഗെറ്റിംഗ് റിഫ്ലെക്റ്റഡ്. ടുഡേസ് ഡേറ്റ് ഇസ് ഗെറ്റിംഗ് റിഫ്ലെക്റ്റഡ് ആൻഡ് ബിൽ ടു ടെസ്റ്റ് നെയിം. സോ നമ്മളിവിടെ പോയി നോക്കുകയാണെങ്കിൽ കസ്റ്റമർ നെയിം ടെസ്റ്റ് നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്തു. ആൻഡ് ഓൾസോ the description, whatever we give, it's also getting reflected here, and the total amount as well. So ഇത്രയും യൂസർ കൺട്രോളബിൾ ഡൈനാമിക് ഡാറ്റ ഈ ഒരു ബില്ലിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇഞ്ചക്ഷൻ നടത്താൻ പറ്റുന്നതാണ്. ആൻഡ് if it's getting succeeded, we get an HTML injection and we can escalate it to SSRF. So first of all, നമുക്ക് ആദ്യം ഇതൊരു HTML റെൻഡറിങ് പ്രോപ്പർ ആണോ നോക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കസ്റ്റമർ നെയിമിൽ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, ഞാനിത് ബോൾഡ് ആക്കാം. Make me bold. Okay, ഇനി just let's try to generate PDF again. Open. ഓക്കെ, സോ ഇത് കണ്ടില്ലേ, കമ്പയർഡ് ടു ദ പ്രീവിയസ് വൺ ഇതിൽ ബോൾഡ് അല്ലായിരുന്നു ഫോർമാറ്റ്, നോർമൽ ഫോർമാറ്റ് ആയിരുന്നു. നോർമൽ ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റ് ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അത് ആ കണ്ടന്റ് ബോൾഡ് ആക്കിയിരിക്കുകയാണ്. നൗ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there is HTML rendering being happen. So HTML rendering happen സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് we can go ahead and escalate it to SSRF. If there is no, obviously, if there is no firewall rules in place, like I explained earlier. So ഈ എല്ലാ പാരാമീറ്റേഴ്സിലും ഞാൻ ഇത് ഇട്ട് കൊടുത്താൽ all the reflecting parameters will render the value in this format for sure. Let's try. Generate PDF, open. See, everything is bold now. Make me bold, make me bold, make me bold. Comparing with the previous one. Okay, ഇത് ഓൾറെഡി ബോൾഡ് ആണ്, അത് വിട്ടേക്കാം. ഓക്കെ, സോ ഓൾ ദ അതർ ഫീൽഡ്സ് അത് ബോൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു SSRF വർക്ക് ചെയ്യണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഐഡിയലി ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ ആപ്ലിക്കേഷനിൽ ഞാൻ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ
ആദ്യം തന്നെ SSRF ഐ ഫ്രെയിംസ് ഉപയോഗിച്ച് ഐ ഇന്റേണൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ഇത് ലോക്കൽ ഹോസ്റ്റ് റെൻഡർ ചെയ്യാൻ ശ്രമിച്ചു ഇൻസൈഡ് ഐ ഫ്രെയിം. And inside iframe I saw that it's getting rendered. Now like if it's getting rendered we can do a pod scan. So internal pod scan can be done uh, by using this SSRF vulnerability. So അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പേലോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ പേസ്റ്റ് ഇറ്റ് ഓവർ ഹിയർ. iframe എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ ഞാൻ റെൻഡർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. Uh, so again, you guys might ask like it's very difficult to like understand or identify it in the first place. So അങ്ങനെ ഒരു സിനാറിയോയിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പെൻ ടെസ്റ്റേഴ്സും അല്ല ഇത് കാണുന്നവരൊക്കെ ബർബ് സ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബർബ് സ്യൂട്ടിൽ ഒരു ഫീച്ചർ ഉണ്ട് കൊളാബറേറ്റർ എന്ന് പറഞ്ഞു, പക്ഷെ അത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിനാറിയോയിൽ ഈ കൊളാബറേറ്ററിൻ്റെ പേലോഡ് or like that domain, if you are pasting it here and trying to render, and during that rendering if you are getting a hit in the collaborator, then it means that it's properly making the call and the HTML is getting rendered. So the external call ചെയ്യുന്നുണ്ട്. So, and probably it will definitely do the internal call in if there is no blocker like a firewall or anything inside. So uh, in such scenarios we will be able to like access all the internal resources. Now എങ്ങനെയാണ് ഞാൻ എനിക്ക് കിട്ടിയ വെബ് ആപ്ലിക്കേഷനിൽ ചെയ്തതെന്ന് പറഞ്ഞുതരാം. So the first step I'll go and input, obviously I did collaborator and I got a hit. Now I went with like the local host or local host IP, and let's try to generate it. Open. See, so ഞാൻ എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഒരു അപ്പാഷെ സെർവർ റൺ ചെയ്യുന്നുണ്ട് at port 80. So that's why you are able to see this Apache default page. So you can see it's getting rendered properly. This HTML is getting rendered. Now I can say that it's the SSRF do exist and we are able to fetch internal data. ഇനി ഓക്കെ നമ്മൾ ഈ ഒരു പോർട്ട് 80 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 80 ആണ് ഡിഫോൾട്ടായിട്ട് അത് ഫെച്ച് ചെയ്യുക. ഇനി നമ്മൾ ഓരോ പോർട്സ് കൊടുക്കുമ്പോഴും നമുക്കത് for example let's give 333 and go ahead and generate PDF. See, it's giving an error. So ഈ ഒരു error meaning ആ particular port is not open internally or externally, and അങ്ങനെ ഒരു സാധനം ഈ ഒരു സെർവറിൽ എക്സിസ്റ്റേ ചെയ്യുന്നില്ല. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ പോർട്സ് giving all the port is difficult. I know like there are 65,000 number of ports, but what my approach will be to give all the like common and basic default ports which are frequently used by developers and system admin and other people. So first thing I'll be giving all the common ports and see if something exists. So here also like in my scenario in the application where I got the bug bounty, there was a file server running at port 8000. Alright, so ഞാൻ port 8000 കൊടുത്തിട്ടുണ്ട്, and let's see what happens now. Open. So here I can see either it's fetching something, but there is no content. So I understood that there is something running there, and if I go and give something like this, like slash, and I'm giving something that's existing, I'll be able to fetch that content. So അതായിരിക്കണം നമ്മുടെ ഒരു mode of action. Okay, so once we find a port exists, and see 8000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കിൽ സം HTTP സെർവർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോസ്റ്റ് പ്രോബബ്ലി ഒരു ഫയൽ സെർവർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ബഗ് ബൗണ്ടി കിട്ടിയ കേസിൽ ഇത്
എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫിഗറേഷൻ ഫയലായിരുന്നു. ടെസ്റ്റ് കോൺഫിഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസ് ക്രെഡൻഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനൊരു സിമിലർ ഈ ഒരു സിനാരിയോയ്ക്ക് വേണ്ടി ഞാനൊരു സിമിലർ ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് വൺ ഡോട്ട് ടി എക്സ് ടി. Now, if the rendering is successful, we'll be able to see the contents of that file like we saw for the Apache. Let's go ahead and generate. Open. See, so ഈ സെർവറിൽ ഉണ്ടായിരുന്ന പോർട്ട് 8000ൽ ഉണ്ടായിരുന്ന ഫയൽ സെർവറിൽ ഹോസ്റ്റ് ചെയ്ത ഒരു ഫയലാണിത്. ആ ഒരു പെർട്ടിക്കുലർ എൻഡ് പോയിന്റിൽ ഉണ്ടായിരുന്ന ഫയലാണത്. ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ ഉണ്ടായിരുന്ന ഫയലാണത്. ആ ഷെയറിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസിൻ്റെ ഹോസ്റ്റ് ഐ പി ആൻഡ് internal host IP and port number, username, password and database name കിട്ടി. Also some other secrets as well like JWT secret and log API key. So ഇതൊരു വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. Even in production environment, there I have seen multiple places where user keep plain text password without any encryption or anything. So ഇതൊരു even though you say people don't keep it like this, ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള സിനാറിയോ ആണ്. ഏത് എൻവയോൺമെന്റ് ആയിക്കോട്ടെ, ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് ഓർ ലൈക്ക് പ്രൊഡക്ഷൻ, ദീസ് തിങ്സ് ടെൻഡ് ടു ഹാപ്പൻ. സോ ഇങ്ങനെ എനിക്കൊരു ഫയൽ കിട്ടി ആൻഡ് ദർ വാസ് സം ക്രെഡൻഷ്യൽസ് ആൻഡ് ഐ പി ഇൻസൈഡ്. നോട്ട് ലൈക്ക് ഹൗ യു ആർ സീയിങ് ഇറ്റ് റൈറ്റ് നൗ. ദിസ് ഈസ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. സോ യു ക്യാൻ സീ ഹിയർ we accessed the internal server which was not directly accessible, and we viewed that file contents using exploiting SSRF. So that's basically the attack and how to exploit it. So നിങ്ങൾക്ക് മനസ്സിലായി ഇതിപ്പം HTML render ചെയ്യുന്ന സമയത്ത് if there is no proper input validation on the dynamic data or the user controllable data, these kind of exploitations or attack can be done easily. So ഇവിടെ mitigation എന്ന് പറയുന്നത് all the fields like some of the fields here should not be controlled by user, right? For example, the invoice ID or the customer name. So once a user log in, they can they can write code to identify who the user is instead of accepting the value from the attacker. And make sure all the fields, the mitigation would be to make sure you reduce the number of dynamic data. At the same time, implement strong input validation and input sanitization against that value or whatever we input. So that's another thing. Now, if you do both these things, almost all the issues will be resolved. But in case there will be scenarios where these cannot be done, so അങ്ങനത്തെ scenariosൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ there should be proper internal firewall rules. So if you are seeing this screen, like you can see, the application is communicating with internal systems. So so if it is not necessary for the web application to communicate with all the internal system, restrict that. Put a firewall here restricting the access to the internal system. For example, ഈ ഒരു ആപ്ലിക്കേഷന് ആ ഒരു ഫയൽ സെർവർ ആക്സസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ പോർട്ടിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. And if the application requires only the database, allow only access to the database and restrict all the other access to all the other ports. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ almost SSRF can be prevented, and the HTML rendering can be prevented by input validation as well. So by this means, like we can like stop the vulnerability completely. So that was basically it, guys. ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന് അധികം റീച്ച് കിട്ടുന്നില്ല. എത്രയോ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇതുപോലുള്ള കൂടുതൽ കണ്ടൻറ്റ്സ് താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് സബ്സ്ക്രൈബ്.
ഫ്യൂച്ചറിൽ കുറച്ചുകൂടി നല്ല നല്ല വീഡിയോസ് ഐ ആം ലേണിംഗ് ഫ്രം ഓൾ ദ വീഡിയോസ്. സോ ഇതിൽ നിന്നെല്ലാം പഠിച്ചിട്ട് ഞാൻ I'll make it crisp and clear than how I am presenting right now. I'm working on all my presentation skills and all those things. So probably in future കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വരും for sure. സോ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ see you guys, take care.